മോണിറ്ററി പോളിസി ഓഫ് RBI. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രധാനപ്പെട്ട രണ്ട് പോളിസികളാണുള്ളത്. മോണിറ്ററി പോളിസിയും അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസിയും. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസിയാണ് മോണിറ്ററി പോളിസി. ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. ഓക്കെ, അപ്പം RBIയുടെ പോളിസീനെ നമ്മൾ മോണിറ്ററി പോളിസി എന്നും ഗവൺമെൻറ്റിൻ്റെ പോളിസീനെ ഫിസ്ക്കൽ പോളിസി എന്നും പറയും. ഫിസ്ക്കൽ പോളിസി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഫിസ്ക്കൽ പോളിസി ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. എന്താണ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ഒന്ന് ടാക്സേഷൻ, രണ്ട് ബഡ്ജറ്റിംഗ്, ഓക്കെ, എക്സെട്ര എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യുന്നത് ഏത് പോളിസിയിലാണ്? ഫിസ്ക്കൽ പോളിസിയാണ്. സോ ഫിസ്ക്കൽ പോളിസി ഡീൽസ് വിത്ത് ദ ബഡ്ജറ്റിംഗ്, ടാക്സേഷൻ, ഇൻകം, എക്സ്പെൻഡിച്ചർ എക്സെട്ര ഓഫ് ദ കൺട്രി. ഇതൊന്നും മോണിറ്ററി പോളിസിയുടെ ഭാഗമല്ല. ഓക്കെ, മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പോളിസിയാണ്? RBIയുടെ പോളിസിയാണ്. RBIയുടെ പോളിസി എന്ന് പറയുമ്പം അത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ബാങ്കിങ് ഫങ്ഷൻസ് റിലേറ്റഡ് ആയിരിക്കും, ബാങ്കിങ് സർവീസസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഏത് മോണിറ്ററി പോളിസി വരുന്നുണ്ടാവുക. മോണിറ്ററി പോളിസി റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് ടേംസാണ് ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ മണി സപ്ലൈ. മണി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഹെൽഡ് ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ ഇൻ എ കൺട്രി അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, അപ്പം എന്താ മണി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കയ്യിലുള്ള ക്യാഷിൻ്റെയും ക്യാഷ് ഇക്വലൻസിൻ്റെയും സം ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുക? മണി സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് രീതിയിലുള്ള ഇക്കണോമിക്കൽ ഇംബാലൻസസ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവാറുണ്ട്. ഏതൊക്കെയാണ് സിറ്റുവേഷൻ? ഒന്ന് ഇൻഫ്ലേഷനും രണ്ട് ഡിഫ്ലേഷനും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പമാണ്, ആളുകളുടെ കയ്യിലെല്ലാം ക്യാഷ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ സമയത്ത് മണി സപ്ലൈ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഡിഫ്ലേഷൻ്റെ സമയത്ത്, ഡിഫ്ലേഷൻ ആകുമ്പോൾ സാമ്പത്തിക മാന്ദ്യമാണ്, ആളുകളുടെ കയ്യിലൊന്നും പണമില്ല. ഇങ്ങനെ ആവുന്ന സമയത്ത് ആ രാജ്യത്തിലെ മണി സപ്ലൈ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ മണി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കയ്യിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൻ്റെ ടോട്ടലിനെയാണ് എന്ത് പറയുന്നത്? മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ്റെ സമയത്ത് മണി സപ്ലൈ കൂടുതലും, ഡിഫ്ലേഷൻ്റെ സമയത്ത് മണി സപ്ലൈ കുറവുമായിരിക്കും. അടുത്ത ടേം ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഒരു മെയിൻ ഫീച്ചറാണ് എന്ത്? ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയാണ് എന്ത്? ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ ചെയ്യുന്നത്? ബാങ്കുകൾ ആളുകളുടെ കയ്യിൽ നിന്ന്, ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ബോറോവേഴ്സിന് ആ എമൗണ്ട് എന്ത് ചെയ്യും? ലെൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത് ലെൻഡിങ് ചെയ്യുന്നതിലൂടെ ബാങ്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഏത് പോളിസിയിലൂടെയാണ്? മോണിറ്ററി പോളിസിയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് ടേംസാണ് ക്രെഡിറ്റ് എക്സ്പാൻഷനും ക്രെഡിറ്റ് കോൺട്രാക്ഷനും. ക്രെഡിറ്റ് എക്സ്പാൻഷൻ, ഓക്കെ, എക്സ്പാൻഡ് എന്ന് പറയുമ്പോൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ ക്രെഡിറ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ദ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ബാങ്ക്സ്. ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതേസമയം ക്രെഡിറ്റ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് എക്സ്പാൻഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ക്രെഡിറ്റ് കോൺട്രാക്ഷൻ, ഓക്കെ, റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ബാങ്ക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് എക്സ്പാൻഷനാണ്, ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് കോൺട്രാക്ഷനാണ്. ക്രെഡിറ്റ് കോൺട്രാക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ക്രെഡിറ്റ് ക്രഞ്ച്. ഓക്കെ, ക്രെഡിറ്റ് കോൺട്രാക്ഷനെ നമ്മൾ എന്തും പറയും? ക്രെഡിറ്റ് ക്രഞ്ച് എന്നും പറയും. അപ്പോൾ ഇത്രയുമാണ് മണി സപ്ലൈ, ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി, ക്രെഡിറ്റ് എക്സ്പാൻഷൻ ആൻഡ് ക്രെഡിറ്റ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ടേംസിൻ്റെ മീനിങ്. ഇനി രണ്ട് രീതിയിലാണ് മോണിറ്ററി പോളിസി ഉള്ളത്. എക്സ്പാൻഷനറി മോണിറ്ററി പോളിസിയും കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയും. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആരുടെ പോളിസിയാണ്? RBIയുടെ പോളിസിയാണ്. എപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക? നമ്മുടെ രാജ്യത്തിലുള്ള ഇക്കോണമിക്ക് ഒരു ഇൻസ്റ്റെബിലിറ്റി വരുന്ന സമയത്ത്, ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ ഒക്കെ സംഭവിക്കുന്ന സമയത്ത്. ഓക്കെ,
ആ സമയത്ത് RBI ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസി രണ്ട് തരത്തിലുള്ളതാവാം. ഒന്നുകിൽ അത് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി ആവാം, അല്ലെങ്കിൽ അത് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ആവാം. ഓക്കെ, എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോളിസി വേർ ദ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ബാങ്ക്സ് ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് എക്സ്പാൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസിയാണ് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി. അപ്പോൾ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്താ? ഇറ്റ് ഈസ് എ പോളിസി ഇൻ വിച്ച് ദ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ബാങ്ക്സ് വിൽ ബി ഡിക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് കോൺട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസിയാണ് നമ്മൾ എന്ത് പറയാം? കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയുടെ പോളിസിയാണ്. മണി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കയ്യിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൻ്റെ ടോട്ടലാണ്. ദെൻ ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ക്രെഡിറ്റ് എക്സ്പാൻഷൻ എന്നും കുറയ്ക്കുന്നതിന് ക്രെഡിറ്റ് കോൺട്രാക്ഷൻ എന്നും പറയും. ക്രെഡിറ്റ് എക്സ്പാൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസിയാണ് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി. ക്രെഡിറ്റ് കോൺട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസിയാണ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി. നെക്സ്റ്റ്, ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് RBI. അപ്പോൾ RBI ആണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് RBI യൂസ് ചെയ്യുന്ന ടെക്നിക്സ്? ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ആണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സും ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സും. ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് റേറ്റ് നമ്മൾ പറഞ്ഞു. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് RBI എന്ത് ചെയ്യും? ഇക്കോണമിയിലുള്ള ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇൻഫ്ലേഷൻ ആവുന്ന സമയത്ത് ബാങ്ക് റേറ്റ് കൂട്ടും, ഡിഫ്ലേഷൻ ആവുന്ന സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കും. ഇതാണ് ബാങ്ക് റേറ്റ് പോളിസി. സെക്കൻഡ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക. ഓക്കെ, ഓപ്പൺ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ആവുന്ന സമയത്ത് RBI എന്ത് ചെയ്യും? ബാങ്കുകൾക്ക് സെക്യൂരിറ്റീസ് അങ്ങോട്ട് സെയിൽ ചെയ്യും. ഓക്കെ, സെക്യൂരിറ്റീസ് അങ്ങോട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇങ്ങോട്ട് RBIക്ക് ക്യാഷ് കൊടുക്കും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് അവൈലബിലിറ്റി കുറയും. അതേസമയം ഡിഫ്ലേഷൻ ആവുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് RBI പർച്ചേസ് ചെയ്യും, ബൈ ചെയ്യും. ഇങ്ങോട്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കും. അപ്പോൾ ബാങ്കുകളുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്തെ RBIയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കുറയ്ക്കുക എന്നുള്ളതും, ഡിഫ്ലേഷൻ്റെ സമയത്തെ RBIയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് RBI യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ്, CRRഉം SLRഉം. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ രണ്ടും ഡെപ്പോസിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ലയബിലിറ്റീസിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ്. ഈ റിസർവ് കൂട്ടും തോറും ക്രെഡിറ്റ് അവൈലബിലിറ്റി കുറയും, റിസർവ് കുറയ്ക്കും തോറും ക്രെഡിറ്റ് അവൈലബിലിറ്റി കൂട്ടും. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്താ ചെയ്യുന്നത്? CRRഉം SLRഉം കൂട്ടുന്നു, അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കുറയും. ഡിഫ്ലേഷൻ്റെ സമയത്ത് CRRഉം SLRഉം കുറയ്ക്കുന്നു, അപ്പോൾ ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഓഫ് RBI. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആൻഡ് വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ്. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പാണ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഓഫ് RBI. ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ മോറൽ സുവഷൻ. മോറൽ സുവഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ഗീവ്സ് അഡ്വൈസേഴ്സ് ആൻഡ് സജഷൻസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, ബാങ്കുകൾക്ക് എന്ത് ചെയ്യും? RBI ഉപദേശങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലാണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? മോറൽ സുവഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കിന് ആ രാജ്യത്തിലുള്ള ബാങ്കുകൾക്ക് മുകളിൽ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ ടൂൾ എന്താവുള്ളൂ? സക്സസ്ഫുൾ ആവുള്ളൂ. ദെൻ സെക്കൻഡ് വൺ ഡയറക്റ്റ് ആക്ഷൻ. ഓക്കെ, രണ്ടാമത്തേതാണ് ഡയറക്റ്റ് ആക്ഷൻ. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ RBI ആക്ഷൻസ് എടുക്കും. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ
ലോൺ കൊടുക്കാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ഡയറക്റ്റ്ലി അവരെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആക്ഷൻ എടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ, മാർജിനൽ റിക്വയർമെൻറ്റ്. മാർജിൻ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ലോൺ പ്രൊവൈഡഡ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റി. സപ്പോസ് നമ്മൾ 50 ലക്ഷം രൂപ വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. നമുക്ക് ബാങ്ക് ഒരു 20 ലക്ഷം രൂപ ലോണ് തന്നു. ഓക്കെ, അപ്പോൾ തന്നത് 20 ലക്ഷം, വാല്യൂ 50 ലക്ഷം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, 30 ലാക്ക്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർജിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ ആവുന്ന സമയത്ത് ഈ മാർജിൻ കൂട്ടും. കാരണം എന്താ? ഈ ബോറോവറിന് കുറച്ച് എമൗണ്ട് മാത്രം ലോണ് കിട്ടിയാൽ മതി. കാരണം എക്കോണമിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആയതുകൊണ്ട് ആളുകളുടെ കയ്യിൽ ഓൾറെഡി ക്യാഷ് കൂടുതലാണ്. അപ്പോൾ ഇനിയും അവർക്ക് ഒരുപാട് ലോണ് കിട്ടാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? മാർജിൻ കൂട്ടും. മാർജിൻ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ലോൺ എമൗണ്ട് കുറയും. ഓക്കെ, അതേസമയം ഡിഫ്ലേഷൻ ആണെങ്കിൽ ആളുകളിലേക്ക് എന്ത് ചെയ്യണം? കൂടുതൽ എമൗണ്ട് ക്രെഡിറ്റ് നമുക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർജിൻ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോൺ എമൗണ്ട് ആൻഡ് ദ വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റി. ഇൻഫ്ലേഷൻ ആകുമ്പോൾ മാർജിൻ കൂട്ടിയിട്ട് കുറച്ച് എമൗണ്ട് ലോൺ കൊടുക്കും. ഡിഫ്ലേഷൻ ആകുമ്പോൾ മാർജിൻ കുറച്ചിട്ട് കൂടുതൽ എമൗണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, ക്രെഡിറ്റ് റേഷനിങ്. റേഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് ലിമിറ്റ്സ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത് RBI ചില ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റിന് മുകളിൽ. ഓക്കെ, അപ്പം സപ്പോസ് ബിസിനസ് ലോൺ ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷണൽ ലോൺ ഇത്ര എമൗണ്ടാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ ഇത്ര എമൗണ്ട് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് സെക്ടർ വൈസ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സിങ് ലിമിറ്റ്സ് ആണ്. ബാങ്കുകൾ ഓരോ പെർട്ടിക്കുലർ സെക്ടറിലേക്കും കൊടുക്കുന്ന ലോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന ക്രെഡിറ്റിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നു, ലിമിറ്റ് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇതാണ് ക്രെഡിറ്റ് റേഷനിങ്. നെക്സ്റ്റ്, കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ. കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സിന് മുകളിൽ എന്ത് പ്രൊവൈഡ് ചെയ്യും? ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇതിനെ റെഗുലേറ്റ് ചെയ്യുക. ഇൻഫ്ലേഷൻ ആകുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് കുറയ്ക്കുന്നു, ഡിഫ്ലേഷൻ ആകുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് കൂട്ടുന്നു. ഇതാണ് കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ. ലാസ്റ്റ് വൺ, പബ്ലിസിറ്റി. പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI എന്ത് ചെയ്യുന്നു? ബാങ്കുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റൊക്കെ പബ്ലിക്കിന് ആക്സസ് കിട്ടുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുക? പബ്ലിസിറ്റി എന്ന് പറയാം. ഈ ഒരു പെർട്ടിക്കുലർ ടൂള് ഇഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ദ കൺട്രി മസ്റ്റ് ഹാവ് എ ഹൈ ലിറ്ററസി റേറ്റ്. ലിറ്ററസി റേറ്റ് കൂടുതലുള്ള ഒരു രാജ്യത്തിൽ മാത്രമേ ഏത് ടൂള് സക്സസ്ഫുൾ ആവുള്ളൂ? പബ്ലിസിറ്റി എന്ന് പറയുന്ന ടൂള് സക്സസ്ഫുൾ ആവുള്ളൂ. ഇത്രയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് RBI. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, മോറൽ സുവാഷൻ, അഡ്വൈസസും സജഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഡയറക്റ്റ് ആക്ഷൻ, ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആക്ഷൻ എടുക്കുന്നു. മാർജിനൽ റിക്വയർമെൻറ്റ്, ഇൻഫ്ലേഷൻ്റെ സമയത്ത് മാർജിൻ കൂട്ടുന്നു, ഡിഫ്ലേഷൻ്റെ സമയത്ത് മാർജിൻ കുറയ്ക്കുന്നു. ക്രെഡിറ്റ് റേഷനിങ്, ഓരോ സെക്ടറിനും അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയിലേക്കും എന്ത് ചെയ്യുന്നു? എത്രയാണ് ക്രെഡിറ്റ് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടത് എന്നുള്ളതിന് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നു. കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ, കൺസ്യൂമർ ഗുഡ്സിന് മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. പബ്ലിസിറ്റി, ബാങ്കുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പബ്ലിക്കിന് ആക്സസ് കിട്ടുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയാണ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഓഫ് RBI. അപ്പം എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇക്കോണമിയിൽ ഇഫക്റ്റ് വരുന്നതെന്ന്. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, ഡിഫ്ലേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു. ഇങ്ങനെ മോണിറ്ററി പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പമാണ്. ആളുകളുടെ കയ്യിലെല്ലാം ഒരുപാട് ക്യാഷ് ഉണ്ട്. ഓക്കെ, ഇനി ഒരുപാട് ക്യാഷ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർക്കാനായിട്ട് പറ്റുമോ? ഒന്നിനും പറ്റില്ല. കാരണം എന്താ? എപ്പോഴൊക്കെ പണപ്പെരുപ്പമുണ്ടോ അപ്പോഴെല്ലാം അതിനോട് കൂടെ തന്നെ വിലക്കയറ്റവും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ 1000 രൂപ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഇന്ന് 1500 രൂപ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 1000 രൂപ കൊടുത്താൽ നമുക്ക് എന്ത് സാധനങ്ങളായിരുന്നോ കിട്ടുന്നത്, അത് കിട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ എത്ര കൊടുക്കണം? 1500 രൂപ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പമാണ്. പണപ്പെരുപ്പം വന്നു കഴിഞ്ഞാൽ അത് കൂടുംതോറും എന്താ സംഭവിക്കുക? നമ്മുടെ കറൻസിയുടെ വാല്യൂ ഡിമിനിഷ് ചെയ്യാണ് ചെയ്യുക, കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഇക്കോണമീനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ,
അപ്പോൾ പെട്ടെന്ന് തന്നെ RBI എന്ത് ചെയ്യും? അവരുടെ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് റേറ്റ് അവർ ഇൻക്രീസ് ചെയ്യും. ബാങ്ക് റേറ്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI റീഡിസ്കൗണ്ട്സ് ദ എലിജിബിൾ ബിൽസ് ഓഫ് ബാങ്ക്സ്. അപ്പോൾ ഇത് അവരെന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. റിപ്പോ റേറ്റ് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ RBIയിൽ നിന്ന് കടമെടുക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യും? കുറയ്ക്കും. ഓക്കെ. കുറച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ അവൈലബിൾ ആവുന്ന ഫണ്ടും കുറയും. ഫണ്ട് കുറഞ്ഞാൽ കുറച്ച് മാത്രമേ പബ്ലിക്കിലേക്ക് ക്രെഡിറ്റും അവൈലബിൾ ആക്കിയിട്ട് കൊടുക്കുകയുള്ളൂ. ഓക്കെ. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? എക്കോണമിയിലുള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് നോക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് റിപ്പോ റേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ മീനിങ് പറയുന്നത്. പക്ഷേ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സെയിം ഡയറക്ഷനിലാണ് എല്ലാതും ചേഞ്ച് ചെയ്യുന്നത്. റിപ്പോ റേറ്റ് കൂട്ടുന്ന പോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റും എന്താ ചെയ്യുന്നത്? കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്താണ് അത് കൂട്ടുമ്പോൾ സംഭവിക്കുന്നത്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBIക്ക് ലെൻഡ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ. ഇത് കൂട്ടുന്നു എന്ന് പറയുമ്പം എന്താണ് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിലേക്ക് കൂടുതൽ എമൗണ്ട് ലെൻഡ് ചെയ്യും. കാരണം എന്താ? അവർ തരുന്ന ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ കൂടുതൽ എമൗണ്ട് RBIയിലേക്ക് ലെൻഡ് ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആവുന്ന ഫണ്ട് കുറയും. ഓക്കെ. അപ്പം നമ്മുടെ ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് RBIയുടെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ റേറ്റും കൂട്ടും. ദെൻ CRR എന്താ ചെയ്യുക? CRRും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ടിൻ്റെ നല്ലൊരു ശതമാനം എന്ത് ചെയ്യേണ്ടി വരും? റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പബ്ലിക്കിന് കൊടുക്കാനായിട്ട് പറ്റില്ല. SLRും കൂട്ടും. ഇതും റിസർവാണ്. റിസർവിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ അവൈലബിലിറ്റി, ക്രെഡിറ്റ് അവൈലബിലിറ്റി കുറയും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നു. അതിനോടുകൂടെ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്നു. ഓക്കെ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണ്? സെക്യൂരിറ്റീസ് ആർ സോൾഡ് ബൈ RBI. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കുറയും. ഓക്കെ. റിപ്പോ കൂട്ടുന്നു, റിവേഴ്സ് റിപ്പോ കൂട്ടുന്നു, ബാങ്ക് റേറ്റ് കൂട്ടുന്നു, CRR കൂട്ടുന്നു, SLR കൂട്ടുന്നു. ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വിൽക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ബാങ്ക്സ് ഡിക്രീസസ്. ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കുറഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയിലുള്ള മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞാൽ ആളുകളുടെ പർച്ചേസിങ് പവർ കുറയും. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പർച്ചേസിങ് പവർ ഉണ്ടാവുക. നമ്മുടെ പർച്ചേസിങ് പവർ കുറയും. പർച്ചേസിങ് പവർ കുറഞ്ഞാൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൾസോ റെഡ്യൂസസ്. ഓക്കെ. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഗുഡ്സിനും സർവീസിനൊക്കെ ഡിമാൻഡ് ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഡിമാൻഡും ഉണ്ടാവില്ല. അപ്പോൾ മണി സപ്ലൈ കുറയുന്നു, പർച്ചേസിങ് പവർ കുറയുന്നു, ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസും കുറയുന്നു. ഇതാണ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഡിഫ്ലേഷൻ ആകുമ്പോഴോ നേരെ ഓപ്പോസിറ്റാണ്. ബാങ്ക് റേറ്റ് കുറയ്ക്കും, റിപ്പോ റേറ്റ് കുറയ്ക്കും, റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കും, CRR കുറയ്ക്കും, SLR കുറയ്ക്കും. ഓക്കെ. ഇത്രയും കുറയ്ക്കുന്നു. ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ. ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൂടുതൽ എമൗണ്ട് RBIയിൽ നിന്ന് ലോൺ എടുക്കും. അപ്പം പബ്ലിക്കിന് ഒരുപാട് എമൗണ്ട് ക്രെഡിറ്റ് അവൈലബിലിറ്റി ഉണ്ടാവും. റിവേഴ്സ് റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ RBIക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അധികം എമൗണ്ട് ലെൻഡ് ചെയ്യില്ല. പകരം ആർക്ക് കൊടുക്കും? പബ്ലിക്കിന് കൊടുക്കും. CRRും SLRും കുറയ്ക്കുമ്പോൾ ബാങ്കുകളിലുള്ള അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇതെല്ലാം ചെയ്യുന്നു. CRR SLR എല്ലാം റെഡ്യൂസ് ചെയ്യുന്നു. അതിനോടുകൂടെ ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും. ഓക്കെ. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് RBI ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യും. ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് അങ്ങോട്ട് ക്യാഷ് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇഫക്റ്റ്? ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കൂടുന്നു. കൂടുമ്പോൾ മണി സപ്ലൈ കൂടുന്നു. മണി സപ്ലൈ കൂടിയാൽ പർച്ചേസിങ് പവർ കൂടുന്നു. പർച്ചേസിങ് പവർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ. അപ്പം ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് RBI. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് RBI എന്ത് ചെയ്യുന്നത്? ഇക്കോണമിയിലുള്ള ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, ക്രെഡിറ്റിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്.